കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ജയിലിനുള്ളിൽ നിന്നും സഹായം ലഭിച്ചിട്ടാണെന്ന് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ സുമതി. അവൻ എവിടെയും പോകില്ല, അവനെ ജനം പിടിച്ചിരിക്കും. സൗമ്യയെ മറക്കാത്തിടത്തോളം കാലം അവനെ ലോകത്ത് ജീവിക്കാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നും അവൻ കണ്ണൂർ വിട്ടു പോയി കാണില്ലെന്നും സൗമ്യയുടെ അമ്മ സുമതി വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്റെ മകളുടെ നീതിക്കായി പോരാടിയ ഒരമ്മയാണ് സൗമ്യയുടെ മാതാവ് സുമതി. തന്റെ മകളുടെ ഘാതകനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നായിരുന്നു സുമതിയുടെ ആവശ്യം. എന്നാൽ നിയമത്തിന്റെ പഴുതിലൂടെ വധശിക്ഷ റദ്ദാക്കി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാടിയുള്ള രക്ഷപ്പെടൽ. മതിൽ ചാടാൻ കുറ്റവാളിയായ ഗോവിന്ദച്ചാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തു നിന്നും സഹായം ലഭിച്ചിരിക്കാമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ. ജയിലിനകത്തു നിന്നും സഹായം ലഭിക്കാതെ ഇത്രയും വലിയ ജയിൽ ചാടാൻ സാധിക്കില്ല. സഹായം കിട്ടാതെ എങ്ങനെ ഇത്രയും വലിയ മതിൽ ചാടാൻ കഴിഞ്ഞുവെന്നും അമ്മ വ്യക്തമാക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതോടെ വളരെയേറെ ഭയക്കുന്നുണ്ടെന്നും അമ്മ വ്യക്തമാക്കി. കയ്യും കാലും വിറയ്ക്കുകയാണ്. തന്റെ മകളുടെ ഘാതകനായ അയാളുടെ മരണമാണ് സ്വപ്നം കണ്ടത്. എന്നാൽ അതിന് സാധിച്ചില്ലെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു. സൗമ്യ വധക്കേസ് കുറ്റവാളിയായ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ഇന്ന് പുലർച്ചെ 1:30 പോലീസിന് വിവരം ലഭിച്ചതാകട്ടെ രാവിലെ 6 മണിക്കും. അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിലിൽ തനിച്ചു പാർപ്പിച്ചിരുന്ന സെല്ലിലെ അഴികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത്. അലക്കാൻ വെച്ചിരുന്ന തുണി കൂട്ടിക്കെട്ടി കയർ പോലെയാക്കി. പിന്നീട് മതിലിന് മുകളിലുള്ള ഫെൻസിംഗിൽ തുണി കുരുക്കി. അതേ തുണി ഉപയോഗിച്ചാണ് ഇയാൾ മതിലിൽ നിന്നും താഴേക്കിറങ്ങുകയും ചെയ്യുന്നത്. 10ാം ബ്ലോക്കിൽ നിന്നുമാണ് ജയിൽ ചാടിയത്. 2011 ഫെബ്രുവരി 1 എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ച് സൗമ്യ ആക്രമിക്കപ്പെടുന്നത്. തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദച്ചാമി സൗമ്യയെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെടുന്നത്.